പല ഭാര്യമാർക്കും ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരത എന്തറിയോ? അയാൾ തൊള്ള തുറന്ന് സംസാരിക്കൂല, അയാൾ ഉള്ളു തുറന്ന് സംസാരിക്കൂല. അയാള് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മുക്കലും മുരടലും മാത്രമാണ്, വേറൊന്നും അയാൾ സംസാരിക്കൂല എന്നൊക്കെയാണ്. അതിനൊരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. സ്ത്രീകളുടെ തലച്ചോറ് കൂടുതലായും സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ പോലെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്തിനു വേണ്ടിയാണ് പടച്ചിറപ്പ് ആ സംവിധാനം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, മക്കളെ സുന്ദരമായി പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉപ്പാന്റെ കയ്യിൽ കുട്ടി കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ചീറിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കും, കൊണ്ടുപോയി പണ്ടാരത്തിനെ. പക്ഷെ 2 മണിക്കൂർ ഉമ്മയുടെ കയ്യിൽ കിടന്ന് കാറിക്കഴിഞ്ഞാലും അവർക്ക് മനസ്സുമടുക്കുന്നില്ല. എന്ത് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഈ തലച്ചോറിലെ ഹോർമോണുകളുടെ വ്യത്യാസമാണ്. ഈ ഹോർമോൺ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾ ഒരുപാട് സംസാരിക്കും. ചില സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു സ്ത്രീ ഒരു ദിവസം 15,000 വാക്കുകളോളം സംസാരിക്കുന്നതാണ്. എന്നാൽ പുരുഷന് താരതമ്യേന തലച്ചോറിൽ ഈ തരത്തിലുള്ള ഹോർമോണുകൾ കുറവായതുകൊണ്ട് പുരുഷൻ ഒരു ദിവസം 7,000 വാക്കുകളെ സംസാരിക്കുള്ളൂ എന്നാണ്. അപ്പൊ നേരെ ഇരട്ടിയിലധികമായി. സാധാരണ ഒരു കുടുംബജീവിതത്തിൽ എന്താ സംഭവിക്കുക? ഇയാൾ രാവിലെ കടയിലേക്ക് പോകും, അല്ലെങ്കിൽ ജോലിക്ക് പോകും. കടയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കും, 200 റുപ്യന്റെ സാധനം വാങ്ങിക്കും. എന്നിട്ട് അത് 150-ന് 100-ന് തരോ 150-ന് തരോ എന്നിങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഒരു സാധനം വെക്കണമെങ്കിൽ അയാൾ 1000 വാക്ക് സംസാരിക്കണം. 7 കസ്റ്റമർ വരുമ്പോഴേക്ക് 7,000 വാക്ക് അയാളുടെ കോട്ട കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ സംസാരിക്കാൻ ആ മനുഷ്യരൊരു താല്പര്യം ഉണ്ടാവില്ല. വീണ്ടും ആളുകൾ വരും. അവസാനം ഈ മുക്കലും മുരളലും മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ഇതും കൊണ്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുമ്പോൾ ആരോടും സംസാരിക്കാതെ 15,000 സ്റ്റോക്കുമായിട്ട് ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടാവും. അതങ്ങോട്ട് ചുരിയും. 2, 3, 4 എത്തുമ്പോൾ ഈ മനുഷ്യന് സഹികെടും, ഇളച്ചുണ്ടാക്കും, ദേഷ്യം പിടിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിലുണ്ടാക്കിയ ബയോളജിക്കൽ ഡിഫറൻസിന്റെ ജീവശാസ്ത്രപരമായ വ്യത്യസ്തത കാരണം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല.